തിരുമേനിയുടെ അവസാന കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ തിരുമേനി അവശനാകുന്നത് ഞാൻ കാണുന്നുണ്ട്. പല അവസരങ്ങളിലും എല്ലാവരുമായിട്ട് ബഹളം കൂട്ടി ആരോടും സംസാരിക്കാതിരിക്കുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടും തിരുമേനിയുടെ അരമനയിലോട്ടൊക്കെ ചെന്ന് തിരുമേനിയെ സാന്ത്വനപ്പെടുത്തി തമാശ പറയുന്ന പറഞ്ഞ പുള്ളി നോർമലാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ തിരുമേനി ആ കാലഘട്ടത്തിൽ എന്നെ പ്രേരിപ്പിച്ചത് ഇവിടെ ഒരു ആശ്രമം ഉണ്ടാക്കിയാൽ ഡൽഹിയിൽ ചെറിയാൻ കുരിശുമല ആശ്രമത്തിൽ പോയി താമസിച്ച പോലെ ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ? ഞാൻ ഈ ആശ്രമത്തിൽ ആരാ താമസിക്കും? ഞാനാണ് താമസിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഡൽഹിയിലൊരു ആശ്രമം ഈ സെമിനാരി പറ്റിയതല്ല, ഓർത്തഡോക്സ് സെൻറ്റർ പറ്റിയതല്ല, അത് പള്ളിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, സന്യാസത്വമാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ തിരുമേനി അതിന് പ്രിപ്പയർഡാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ പല ആവർത്തി ഞാൻ വർത്താനം പറയും. ഐ ആം ഗോയിങ് ടു ഇറ്റ് എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് അങ്ങനെ അവിടെ ആരവല്ലി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിക്കുകയും അവിടെ ഒരു ആശ്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉദ്ദേശം ഇതാണ്. അവിടെ ഒരു ആശ്രമം ഉണ്ടാക്കി താമസിക്കുക, ഞാൻ തിരുമേനിയെ സഹായിക്കാൻ വേണ്ടി ഇവിടെ താമസിക്കുക, ബാക്കി സന്യാസിക്കാൻ വേണ്ടി വരുന്നവർ മാത്രമേ അവിടെ വന്ന് താമസിക്കുക. തിരുമേനിയുടെ എല്ലാ പ്രഭാഷണങ്ങളും ഒക്കെ ഇട്ട് പോകാം, പക്ഷേ ആശ്രമ ജീവിതമായിരിക്കും. ഇത് നടപ്പാക്കാൻ വേണ്ടി തിരുമേനി വലിയൊരു കോൺട്രാക്ടറൊക്കെ ഏൽപ്പിച്ചു. ഒരുപാട് കാശ് ചിലവാക്കി. ഈ അവസരത്തിലാണ് തിരുമേനിക്ക് ആരവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡൽഹി ഭദ്രാസനത്തിൽ നിന്ന് ഒരു ഹരിയാന ആ പ്രദേശത്താണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനവിടെ പോയി പല ആവർത്തി പോവുകയും ചെയ്തു, ഒരുപാട് ഭാഷ അതിന് ചിലവാക്കുകയും ചെയ്തു. അപ്പോൾ തിരുമേനി അവിടെ താമസിക്കാൻ പോവുകയാണെന്നുള്ള ഒരു സന്തോഷം മനസ്സിലുമുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ദൈവ നിമിത്തങ്ങളോ അല്ല നിയോഗങ്ങളോ ഇല്ലേ. തിരുമേനിക്ക് ആ സമയത്ത് ബ്ലഡ് ക്യാൻസർ ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് ഭദ്ര ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. അതോടെ തിരുമേനി ഡൽഹി വിട്ട് നാട്ടിലോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. ഈ ആശ്രമത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത മാറിപ്പോവുകയും ചെയ്തു. ഈ അവസരങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ ചെന്ന് തിരുമേനിയോട് ചോദിക്കാറുണ്ട്, എന്താണ് തിരുമേനി മനസ്സിലുദ്ദേശിക്കുന്നത്, എന്താണ് ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് കുർബാന ചെല്ലണം കൂടുതലായിട്ട് എന്നൊരാഗ്രഹവും വന്നിട്ടുണ്ട്. അപ്പം അതും അത് നിൽക്കാനും അത് നടത്താനും ഒക്കെയുള്ള ഒരു ആരോഗ്യം കൂടെ വേണ്ടേ? അല്ലാതെ എങ്ങനെയാ? ഒരു കൈ കൊണ്ട് കസായും വിലാസായി എടുക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരു കൈ പോരല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞ് വരുമ്പോഴൊക്കെ തിരുമേനിയുടെ ആഗ്രഹം ഞാൻ മിക്കവാറും മരിക്കും എന്നുള്ള ഒരു ചിന്ത വന്ന പോലെയാണ്. സംസാരങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ പോയാണ് കോട്ടയത്തെ സെമിനാരി വന്ന് എനിക്കിവിടെ ഒരു 6 അടി മണ്ണ് വേണം എന്ന് ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്തത്. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള വിട്ട്
കേരളത്തിൽ തന്നെ അല്ല കോട്ടയത്ത് തന്നെ വരണം, സെമിനാരിയിൽ തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹം അവസാനം ഉണ്ടായി. കുർബാന ചൊല്ലണമെന്നുണ്ട് ആഗ്രഹമുണ്ടായി. സന്യാസിത്വം നടക്കുമോ എന്ന് അറിയാൻ മേല. അതുകൊണ്ട് കഴിയുന്നതും പ്രാർത്ഥനയോടുകൂടി തന്നെ കഴിഞ്ഞു പോകാം. പിന്നെ ഈ മറ്റ് സംഘർഷമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഞാൻ ഇനിയില്ല എന്ന് പറഞ്ഞ ഒരു അവസരമുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ വരാൻ പ്ലാനൊക്കെ ഇട്ട് തിരുമേനി ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാനും ഒക്കെ മാറ്റിവെച്ച് ഇത് ഡൽഹിയിൽ നിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതേപോലുള്ളൊരു പ്ലാൻ ഇട്ടാണ്, പക്ഷേ തിരുമേനി അതിന് മുമ്പ് കാലം ചെയ്തു. അപ്പോൾ എന്താണ് ലാസ്റ്റ് നിയോഗമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് അതിന് ശേഷം ലണ്ടനിലെ ഡാർലിംഗ്ടൺ സെൻറ്ററിൽ ഞാൻ പിറ്റേ ദിവസം ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അതിന് പോകാൻ വേണ്ടി അവിടെ താമസിക്കുമ്പോൾ ഒരു സ്വപ്നത്തിൽ എൻ്റെ അടുക്ക വന്നിട്ട് പറയുന്നു, വായിക്കുന്നില്ല, ഒട്ടും വായനയില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ഒരു തിരുമേനിയെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു പല ആവശ്യത്തിൽ പലരും പുള്ളിയുടെ ശക്തമായ ചില പ്രസംഗങ്ങളും ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു സീനുകളും ഞാൻ പലപ്പോഴും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ദൂരെ മാറി ഇന്ന് കാണുന്ന ഒരു നമ്മൾ കാരണമാണല്ലോ തിരുമേനി ഇവിടെ ഞാൻ കൊണ്ടുവരാൻ പറ്റിയത് എന്നുള്ള ഒരു സന്തോഷമൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് തിരുമേനിയുടെ അവസാന ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പുള്ളിയുടെ തന്നെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുമായി ചേർന്ന് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ച് നിൽക്കണം, അവരുമായി സഹകരിക്കണം, റഷ്യൻ ചർച്ചുമായിട്ട് സഹകരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ആദ്യത്തെ പത്രിയാർക്ക് പീമൻ കേരളത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് രണ്ടാമത്തെ പത്രിയാർക്ക് അലക്സി രണ്ടാമൻ വരുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത ആളാണ് ഇപ്പോഴത്തെ റഷ്യൻ പാത്രിയർക്കീസ് കിറിൽ. അദ്ദേഹം വന്നപ്പോഴത്തേക്കും അദ്ദേഹം കേരളത്തിൽ വരുമ്പോഴത്തേനും കിരൂർ തിരുമേനി മരിച്ചു. അപ്പോൾ കിരിൽ തിരുമേനിയുമൊക്കെ ലോകത്തിലെല്ലാ ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചും കത്തോലിക്കരും പിരിഞ്ഞിട്ട് ഒരിക്കലും പാപ്പായും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പത്രിയാർക്കീസും ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ പത്രിയാർക്കീസ് കീഴിലെ ഒരു വളരെ രഹസ്യമായിട്ട് ക്യൂബയിലൊരു സമ്മേളനം ഇപ്പോഴത്തെ പത്രിയാർക്കീസ് പോപ്പ് റോമൻ പോപ്പുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് വളരെ രഹസ്യമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമുണ്ട്. തിരുമേനിയുടെ ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള സംഘർഷങ്ങളിലും ഒക്കെ ഇടപെട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തിരുമേനി നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഇത് ഒരിക്കലും ഓർത്തഡോക്സ് സഭയും
കത്തോലിക്ക സഭയും യോജിക്കാനായി വിരുദ്ധർ സമ്മതിക്കത്തില്ല, അവർ നശിപ്പിക്കും. അതുപോലെ തന്നെ ക്രിസ്തീയ സഭകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതിനായി സകല പ്രവൃത്തികളും നടത്തും. തിരുമേനി ഇവിടെ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ വാറെന്ന് പറഞ്ഞാൽ 2 റിലിജ്യൻ, യഹൂദ മതവും മുസ്ലിം മതവും ഉള്ള വൈരാഗ്യമാണ്. അത് ഇന്നും തുടങ്ങിയൊന്നുമല്ല. എബ്രഹാമിൻ്റെ 2 മക്കൾ, ഹേഗാറിൻ്റെ പിള്ളേരും പിന്നെ ഇസ്മായിലിൻ്റെ പിള്ളേരും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇസ്ഹാക്കിൻ്റെ പിള്ളേരും അന്നേ തുടങ്ങിയ യുദ്ധമാണ്. അപ്പോൾ 2 റിലിജനാണ് ഈ അവിടെ. പിന്നെ ഉക്രൈനിലെ ബോർഡറിൽ നടക്കുന്ന റഷ്യ ഉക്രൈൻ വാറ്, അതും വളരെ നിർഭാഗ്യകരമായി പിന്നെ വിദേശ ശക്തികൾ നിർമ്മിച്ചെടുത്ത ഒരു യുദ്ധമാണ്. അത് ഓർത്തഡോക്സ് സഭയെ എത്രത്തോളം ക്ഷീണിതമാക്കാമോ അത്രത്തോളം ക്ഷീണിതമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണത് എന്ന് കാണുന്നതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി. ഒരിക്കൽ ഞാൻ ഗ്രീസിലല്ല, ടർക്കിയിൽ ഇസ്താംബൂളിലാണല്ലോ നമ്മുടെ ഈ വിശ്വാസ പ്രമാണമൊക്കെ ഉണ്ടാക്കിയത്. നിഹിയായാലും ഇസ്താംബൂളിലും എഫേസസിലുമാണ്. ഈ ഇസ്താംബൂളിൽ ഇപ്പോഴും പാത്രിയാർക്കീസിൻ്റെ ആസ്ഥാനമുണ്ട്. അവിടുത്തെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് എന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടി പോവുകയും ഞങ്ങൾ ഷിക്കാഗോയിലെ ഒരു ഗ്രീക്ക് ചർച്ചിൻ്റെ ഒരു ഡെലിഗേഷന് പോകുന്ന ആ കൂട്ടത്തിൽ ഞാനും പോയി. അങ്ങനെ ആ പാത്രിയാർക്കീസിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പള്ളിക്കാരനാണ്. പുള്ളി ഉടൻ തന്നെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയി ഒരു കൂടാരം, ഒരു കുരിശിൻതൊട്ട് പോലെ ഒരു സ്ഥലം. ഇവിടെയാണ് എൻ്റെ പൊടി സീസനെ മുഴുവൻ ഞെക്കി കൊന്നത് മുഴുവൻ ഇതിനകത്തിട്ടാണ്. എന്നെയും കൊല്ലും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലീഡറായി, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു ക്രിസ്ത്യൻ നേതാവായിരുന്നു നിങ്ങളുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ്. ഈ വാസ് അവർ ലീഡർ. ഞാനത് അത്ഭുതപ്പെട്ടു പോയൊരു എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളൊക്കെ അദ്ദേഹം കാണുകയാണ്. എന്നെ ഇവർ ഇവിടെ ഞെക്കി കൊല്ലും. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് പരാതി പറയാനും ഞങ്ങളുടെ ഒരു ലീഡറായി നിന്ന ഒരാളാണ് ഗ്രിഗോറിയോസ് തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ വളരെ അഭിമാനം തോന്നി. അറ്റ് ദ സെയിം ടൈം ഒരു ക്രൈസ്തവ ഭടൻ അല്ലെങ്കിൽ ഒരു ഭൃത്യൻ അല്ലെങ്കിൽ യേശുക്രിസ്തു വിളിച്ച കോമ്രേഡ് ആയിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി. As we all know, in a very peripheral way, except you, that Mar Gregorius was associated with the Soviet Union as well as the Communist Party both in India and abroad. But there are many unique experiences that, sir, that you know and many people don't know at the very deeper level. So if possible, your experiences will be so much enlightening to us if that is shared in the best possible manner. ഗ്രിഗോറിയോസ് തിരുമേനി എത്യോപ്യയിൽ നിന്നുള്ള ജീവിതം അവസാനിപ്പിച്ച് പഠിക്കാൻ പോയത് അമേരിക്കയിലാണ്. അവിടുന്ന് ഡിഗ്രിയൊക്കെ എടുത്ത് കോട്ടയത്തെ പഴയ സെമിനാരിയിലെ പ്രിൻസിപ്പളൊക്കെ ആയ സമയത്ത് പല കാര്യങ്ങളിലും പലരും പല കാരണങ്ങളാൽ തിരുമേനിയുടെ കാണാൻ വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങളെല്ലാം തിരുമേനി നോക്കി മനസ്സിലാക്കിയത്
സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ വളരെയധികം ആകൃഷ്ടരാണ് ഇന്ത്യക്കാർ എന്നുള്ളതാണ്. അത് ഒരു വിശ്വപൗരനത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വലിയ താമസമൊന്നും വേണ്ടി വന്നില്ല. അദ്ദേഹം വളരെയധികം അതിൻ്റെ വക്താവായി മാറുകയായിരുന്നു. എന്താണ് ഏതോ ഒരു അവസരത്തിൽ ഞാൻ ഏതോ ഒരു പുസ്തകത്തിലാണെന്ന് തോന്നുന്നില്ല, പിന്നെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പലതും ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒരു കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞത് തന്നെ പറയാം. The Indian should learn from Western Europe, the United States and the socialist countries. But with critical mind, India should have an identity of her own, independent of these three, but in collaboration and interaction with them, and should at the same time develop self-respect for her own traditions, philosophy and arts. Tirumeni taught the people of India that they should learn from the enlightenment of liberalism, imperialist pragmatism and socialist humanism. ഈ അവസാനം പറഞ്ഞ സോഷ്യലിസ്റ്റ് ഹ്യൂമനിസമാണ് തിരുമേനിയെ ഘടാതെ ആകർഷിച്ച ഒരു കാര്യം. നമ്മളെന്തും വേണ്ടി സ്റ്റാലിനെ കുറിച്ചിട്ടും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോവിയറ്റ് നേതാക്കളെ കുറിച്ചിട്ടും എത്രയോ ടണ്ണ് കണക്കിനാണ് പ്രചരണങ്ങൾ അവർക്കെതിരായിട്ട് വന്നത്. പക്ഷെ ഇതിനൊക്കെ മറുപടിയായിട്ട് ഒരിക്കൽ സ്റ്റാലിൻ ഭരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിലൊരു വളരെ ദീർഘമായൊരു പ്രസംഗം നടത്തി. പലരും ക്രിട്ടിസൈസ് ചെയ്തു, സ്റ്റാലിനെ ഇങ്ങനെ പറയാമോ, ക്രൂരനല്ലേ. നെഹ്റു എണ്ണി 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 പറഞ്ഞു അദ്ദേഹം കാണിച്ച സോഷ്യലിസ്റ്റ് ഹ്യൂമനിസത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടും അവരെവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടും. ഒന്ന്, നെഹ്റു തന്നെ പഞ്ചവത്സര പദ്ധതി എടുത്തത് സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതിയാണ്. ഈ 5 കൊല്ലം കൊണ്ട് തീർക്കുന്ന പരിപാടികൾ ഒക്കെ അത് പ്ലാൻ ചെയ്യുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു നേതാവായിരുന്നു സ്റ്റാലിൻ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഹ്യൂമനിസമാണ്. അൾട്ടിമേറ്റ്ലി ഈ എന്ത് പ്ലാൻ ചെയ്താൽ, എന്ത് പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നത് മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടിയായിരിക്കണം. നെറ്റ് റിസൾട്ട് എന്താണ് എന്നുള്ളത് പിന്നെ കണ്ടത് ജനങ്ങൾക്ക് സ്വതന്ത്രമല്ല ഒരു ഒരു കാശ് പോലും കൊടുക്കാതെയുള്ള സൗജന്യമായ ചികിത്സാ സമ്പ്രദായം, മരുന്ന്, ഓപ്പറേഷൻ. അമേരിക്കയിലും മറ്റും ഹാർട്ട് ഓപ്പറേഷനും മറ്റുമൊക്കെ ഭയങ്കരമായി ആഘോഷം കൊള്ളുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിസാരമായി ഒരു പൈസ പോലും കൊടുക്കാതെ ആൾക്കാർ 100 കണക്കിന്
ആൾക്കാർ ഹാർട്ട് സർജറി നടത്തി പോകുന്നു എന്നുള്ള അവരുടെയൊക്കെ ഡോക്ടർ എലിസറോ, ഡോക്ടർ റബോത്നിക്കോവ്, പിന്നെ കണ്ണ് ഇവരെല്ലാവരും തന്നെ സൗജന്യമായ ഒരു ചികിത്സാ രീതി കണ്ണ് വിദഗ്ധൻ ഡോക്ടർ ഫേദറോ ആണ്. അവരൊക്കെ ഒരു പുതിയ റേഡിയൽ കെരാറ്റോട്ടോമി സർജറി ഒക്കെ ഈ ഡയമണ്ട് നൈഫ് ഉപയോഗിച്ച് റെറ്റിന കട്ട് ചെയ്യുകയും അതിൻ്റെ ഫോക്കൽ പോയിൻ്റ് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ, ഇതെല്ലാം സൗജന്യമായിട്ട് സോവിയറ്റ് യൂണിയനിൽ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇത് ഈ ഹ്യൂമനിസം, സോഷ്യലിസത്തിൽ നിന്നുണ്ടായ ഹ്യൂമനിസത്തെയാണ് തിരുമേനി കാണിച്ചത്. ചികിത്സാ സമ്പ്രദായം, എഡ്യൂക്കേഷൻ, ഒരു പൈസ പോലും കൊടുക്കാതെ എവിടെ വേണേലും എത്ര വേണേലും പഠിക്കുന്നതിനുള്ള സൗകര്യം, അവന് എല്ലാവർക്കും പാർപ്പിടത്തിനുള്ള ഒരു അവകാശം, എല്ലാവർക്കും ഒരു ഫ്ലാറ്റ് കിട്ടത്തക്ക വേണ്ട ഒരു അവകാശം, അതുപോലെ തന്നെ പിന്നെ സൗജന്യമായ ഏറ്റവും മിനിമം ചാർജോടുകൂടിയുള്ള യാത്രാ സൗകര്യങ്ങൾ, ഭക്ഷണം. ഞാൻ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച ആളാണ്. സോവിയറ്റ് യൂണിയനിലെ സോഷ്യലിസത്തിൻ്റെ ഗുണഫലം അനുഭവിച്ച് ജീവിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അതൊരു കാലത്തും പറയാതിരിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ഇത്ര വളരെ തുച്ഛമായ ഒരു വരുമാനം കൊണ്ട് 40 റൂബിൾ അല്ലെങ്കിൽ 50 റൂബിൾ കൊണ്ട് സുഖമായി ജീവിക്കുന്ന രീതിയിലുള്ള എല്ലാ സമ്പ്രദായങ്ങളും അവിടെയുണ്ട്. ആഹാരം, വസ്ത്രം, കെട്ടിടം, പാർപ്പിടം, ചികിത്സ, ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ലോകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സോവിയറ്റുകാർ പോലും റഷ്യക്കാർ പോലും വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടിരുന്നു. അത് ലോകം മുഴുവനും പല സ്ഥലങ്ങൾ, ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലുണ്ടായി, പല രാജ്യങ്ങളിലും അത് നടപ്പാക്കിക്കൊണ്ടിരുന്നു. ക്യൂബയിൽ വന്നു, വിയറ്റ്നാമിലെ പല രാഷ്ട്രങ്ങൾ. ഇപ്പോഴും സോവിയറ്റ് യൂണിയനിൽ പല റീജിയനിലും ഒരു പഴയ സോവിയറ്റ് യൂണിയൻ, റഷ്യയിലെ പല റീജിയന് പഴയ സോവിയറ്റ് സിസ്റ്റം തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഗ്രിഗോറി തിരുമേനി ബെനിഫിറ്റഡ് ആയത് ഇതുകൊണ്ടെന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിക്കുന്നത് സോവിയറ്റ് നേതാക്കളെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തെ പല പ്ലാറ്റ്ഫോമുകളിൽ പ്രസംഗിക്കാനായിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, മുൻപോട്ട് നിൽക്കുന്ന സോവിയറ്റ് യൂണിയൻ, അവർ ഈ ആയുധ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പരാക്രമം, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പല ഫോറങ്ങളിൽ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സമാധാന സമ്മേളനം. അതിലൊരു പ്രധാനപ്പെട്ട സമ്മേളനം മോസ്കോയിലെ 84 റഷ്യൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റും അമേരിക്കൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റും ആയിട്ടുള്ള ഒരു രഹസ്യ മീറ്റിംഗാണ്. ആ മീറ്റിംഗ് നടത്തിയത് ഹോട്ടൽ ഉക്രൈന മോസ്കോയിലാണ്. അതിൻ്റെ മോഡറേറ്റർ ഗ്രിഗോറി തിരുമേനിയായിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലെ എന്നോട് എപ്പോൾ വന്നാലും വരുന്നതിന് മുമ്പ് തന്നെ ഓർഗനൈസറോട് വിളിച്ച് പറയും, ഞാൻ ഹോട്ടലിൽ പറഞ്ഞ ഇന്ന സമയം പോലെ കാണാം, അവിടെ എത്തണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എങ്ങനെ പോകാറുണ്ട്, ഇത്തവണയും എഴുതി വരുമ്പോൾ എന്നെ അറിയിക്കണം, ഞാൻ വെളിയിൽ വന്നിട്ട് കാണാം, നമുക്ക് എന്നിട്ട് നടന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഞങ്ങളകത്ത് കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നടക്കാൻ പോവുകയൊക്കെ, ഇത് വെളിയിൽ നിന്നാൽ മതി ഞാനവിടെ. അപ്പോൾ എന്നോട് പറഞ്ഞു,
രഹസ്യമായ ഒരു സമ്മേളനമാണ്. പ്രസ്സിലോ ആർക്കും അറിയാൻ പാടില്ലാത്തൊരു സമ്മേളനമാണ്. ആരോടും പറയുകയും വേണ്ട. റഷ്യൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റും അമേരിക്കൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനുള്ള മീറ്റാണ്. ഈ രണ്ട് സയൻറ്റിസ്റ്റിനെയും രണ്ട് രാജ്യക്കാരും വെളിയിലോട്ട് വിടത്തില്ല, രഹസ്യങ്ങൾ വല്ലതും ചോർത്തുമോ എന്ന്. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ മോഡറേറ്റർ ഗിരിഗോറി തിരുമേനിയാണ്. അപ്പോൾ ഞാൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനിക്ക് ഈ ന്യൂക്ലിയർ സയൻസിനെ കുറിച്ചിട്ട് എനിക്കതിലൊരു ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. അത്ഭുതം തോന്നി. അപ്പം എന്നോട് ഞങ്ങളിങ്ങനെ ഹോട്ടലിൻ്റെ വെളിയിൽ വന്ന് നിന്നിട്ട് ഞങ്ങൾ നടക്കാൻ ഈ മോസ്കോ റിവറിൻ്റെ കുഴങ്ങി നടന്ന് പോവാണ്. ഞാൻ ചോദിച്ചു, തിരുമേനി ഇതുകൊണ്ട് വല്ല ഡു യു തിങ്ക് സംതിങ് വിൽ എമർജ് ഔട്ട്? പ്രധാനമായിട്ട് കാണുന്നത് അവർ തങ്ങളുള്ളൊരു വിദ്വേഷം ഒന്ന് മാറിക്കിട്ടും. റഷ്യൻ സയൻറ്റിസ്റ്റ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റും അമേരിക്കൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും മനുഷ്യരാണെന്നുള്ള ഒരു ചിന്ത വരും. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പിന്നെ എളുപ്പമാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാനും പിടിക്കാനും ഒക്കെ എളുപ്പമാണ്. അങ്ങനെ ഒരു സമ്മേളനത്തിൽ അതാണ് ഒടുവിൽ സ്ട്രാറ്റജിക്കൽ ആംസ് ലിമിറ്റഡ് ട്രീറ്റി 1 ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന കാരണമായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആയിട്ടുണ്ടായ ഒരു ഒന്നാമത്തെ SALT സ്ട്രാറ്റജിക്കൽ ആംസ് ലിമിറ്റഡ് ട്രീറ്റി 1 ഉണ്ടാകുന്ന പ്രധാനമായ കാരണം ഈ ഒരു കോൺഫറൻസാണ്. അതിനെ ചുക്കാൻ പിടിച്ചത് ഗിരിഗോറി തിരുമേനിയാണ്. അപ്പം അതിനുശേഷമുള്ള ഗർബച്ചോവിൻ്റെ റീഗനുമായിട്ടുള്ള ആദ്യത്തെ സംസാരങ്ങളിൽ റീഗനൊന്നും ഇല്ലാതെ അങ്ങനെ തിരിച്ച് പറഞ്ഞു വിടുകയും പിന്നീടുള്ള സംസാരങ്ങളിൽ റീഗൻ്റെ വൈറ്റ് ഹൗസിൽ വെച്ച് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാമെന്നുള്ള ഗർബച്ചോവിൻ്റെ നിർദ്ദേശവും എല്ലാം കൂടി ഒടുവിൽ സ്ട്രാറ്റജിക്കൽ ആംസ് ലിമിറ്റഡ് ട്രീറ്റി 2 ഉണ്ടാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മൂവ്മെൻറ്റിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ട്. അവർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനും മനുഷ്യ സ്നേഹമാണ് വലുതെന്നുള്ളത് പറയിക്കുവാനൊക്കെ ഉള്ള ഒരു അവസരമുണ്ടായത് ഗിരിഗോറി തിരുമേനിയുടെ ഭാഷാപാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ ചാതുര്യവുമാണ്. അപ്പോൾ അതൊക്കെ കോട്ട് ചെയ്ത് പലരോടും പറയുന്നതിന് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഗിരിഗോറി തിരുമേനി കേരളത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ പല മീറ്റിങ്ങുകളിലും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിൽ പ്രധാന പ്രാസംഗികർ 3 പേരായിരുന്നു. ഒന്ന് അച്യുത മേനോന്, ഒന്ന് കുറുപ്പ് ONV കുറുപ്പ്, മൂന്നാമത് പൗലോസ് മാർ ഗിരിഗോറിസ്. ഇവർ 3 പേരാണ്. ഇവർ 3 പേരെയും ഞാൻ കൊണ്ടുവന്ന് 3 സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് സമ്മേളന സ്ഥലത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്യുതമേനൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ തിരുമേനി എങ്ങനെയാണ് വല്ല അബദ്ധവും വിളിച്ച് പറയുമോ? എന്നോട് ചോദിച്ചപ്പോൾ ഞാനന്ന് പറഞ്ഞു, ഏതായാലും അദ്ദേഹം പറയുന്ന പ്രസംഗം ഒന്ന് കേട്ട് നോക്ക്, എന്നിട്ട് പറയാം. അങ്ങനെ അച്യുതമേനൻ ആ പ്രസംഗത്തിന് ശേഷം വളരെയധികം അടുത്ത് ഗിരിഗോറി തിരുമേനിയുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 60ാമത്തെ പുള്ളിയുടെ ജന്മദിനത്തിൽ മാപ്പിള ഹോളി വെച്ച് നടന്ന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച ആൾ അച്യുതമേനോനാണ്. ഞങ്ങളുടെയൊക്കെ അധ്യാപകനാണ് അദ്ദേഹം എന്ന് പറയുന്നതിന് ഈ പുള്ളിക്ക് ആ ഒരു മടിയുണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് EMSുമായിട്ടൊക്കെയുള്ള ബന്ധം പുള്ളിയുടെ ഡൽഹിയിലുള്ള താമസ സ്ഥലങ്ങളിലുണ്ടായതാണ്. എന്നാലും മറ്റു പല ആൾക്കാരും പുള്ളിയെ പോയി കാണുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നുണ്ട്.
സുബ്രഹ്മണ്യ ശർമാജി, ശങ്കുണ്ണി മേനോൻ, സുരേന്ദ്രനാഥ്, ഉണ്ണിരാജ, പല ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരൊക്കെ തന്നെ ഗിരൂർ സിനിമേനുമായിട്ട് ബന്ധപ്പെടാനും പുള്ളിയുടെ പ്രസംഗം കേൾക്കുന്നതിനും വളരെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രയോജനം ആ സമ്മേളനങ്ങൾ, ആ അടുപ്പം കൊണ്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോൾ പലതും പറയാമെന്നുള്ളതല്ലാതെ എനിക്കിപ്പം പ്രത്യേകിച്ച് മറ്റു പല കാര്യങ്ങളൊന്നും ഓർമ്മ വരുന്നില്ല. റഷ്യയിലുള്ള ശാസ്ത്രജ്ഞന്മാരുമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം വരുമ്പോൾ മോസ്കോയിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക, അതിൽ ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓറിയൻ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് റഷ്യയിലുള്ള അന്നത്തെ ചിന്തകന്മാരും ഗിരൂർ സിനിമേനുമായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് പല പേപ്പറുകളും അന്നൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് പിന്നെ തിരുമേനിയുടെ പല പല ഇൻ്റർവ്യൂകളും കാര്യങ്ങളും പല അവസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അർമേനിയയും അസർബൈജാനുമായിട്ടുള്ള ഒരു യുദ്ധസമയത്ത് തിരുമേനി റഷ്യൻ നാഷണൽ ടെലിവിഷനിൽ തന്നെ ഇത് അവസാനിപ്പിക്കണം, നല്ലതിനല്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് തിരുമേനി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിപ്പോഴും ഞാനും വിശ്വസിക്കുന്നു, ആ ഒരു സോഷ്യലിസ്റ്റ് ഹ്യൂമനിസമാണ് ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് ഞാനും വിശ്വസിക്കുന്നു. So please explain to us the spiritual relationship between Patriarch Kirill of the Russian Orthodox Church and Metropolitan Dr. Pavlos Mar Gregorius. ഗ്രിഗോറിയസ് തിരുമേനി ഇപ്പോഴത്തെ റഷ്യൻ പാത്രിയർക്ക് കിറിൽ തിരുമേനിയുമായിട്ടുള്ള ബന്ധം വളരെ അടുത്തതാണ്. അവർ കണ്ടുമുട്ടുന്നത് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ജനീവയിൽ വെച്ചാണ്. ഗ്രിഗോറിയസ് തിരുമേനിയുടെ വാക്ചാതുര്യവും അദ്ദേഹം നോട്ട് എഴുതിയെടുക്കുന്ന കാര്യത്തിലും ഒക്കെ വളരെ വിദഗ്ധനായിരുന്നു എന്ന് പൗലോസ് അവൻ പ്രമേയം എഴുതിയുണ്ടാക്കി കൊണ്ടുവരുന്നതിൽ വളരെ പാണ്ഡിത്യമുള്ള ആളായിരുന്നു എന്ന് കിറിൽ തിരുമേനി എന്നോട് പറഞ്ഞിട്ടുണ്ട്. കിറിൽ തിരുമേനി ജനീവയിലുണ്ടായിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനൊരു വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരികയും ഒക്കെ ചെയ്യുകയും അതിൽ വളരെ സമർത്ഥമായി കിറിൽ തിരുമേനി ഗ്രിഗോറിയസ് തിരുമേനിനെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു എന്ന് പറയുന്നതിന് യാതൊരു മടിയില്ല. പിന്നെ കിറിൽ തിരുമേനിയുടെ ഒരു സോഷ്യലിസ്റ്റ് ഹ്യൂമനിസം എന്ന ആശയത്തിൽ ഈ രണ്ടു കൂട്ടർക്കും ഒരേ അഭിപ്രായക്കാരായിരുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡ് രണ്ടു കൂട്ടരും ഒരേപോലെ തന്നെ എടുത്തിട്ടുള്ളതാണ്. കിറിൽ തിരുമേനി ഇപ്പം ഉള്ളതിൽ വളരെ സമർത്ഥനായ ഒരു വാഗ്മിയും ഇത്രയധികം ഓർമ്മശക്തിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം റഷ്യൻ പള്ളി അന്ന് കമ്മ്യൂണിസ്റ്റ് കാലത്ത് തന്നെ 6.5 കോടി ആൾക്കാരന്ന് പള്ളിയിൽ പോകുന്നവരുണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി
അതൊക്കെ പോയി സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞ് പള്ളിക്ക് ഫുൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ അവസരങ്ങളിൽ ഒരു 14 കോടി ആൾക്കാർ പള്ളിയിൽ പോകുന്ന അന്നുണ്ടാക്കിയ പള്ളികളും അന്നുണ്ടാക്കിയ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരുടെ റീജിയൻ പറഞ്ഞ് തിരുമേനിക്ക് ഓർമ്മയുണ്ടാവും. അതിശക്തമായ ഒരു ഓർമ്മശക്തിയുണ്ട്. അങ്ങനെ പിന്നെ അത്രയൊരു ഇൻഫ്രാസ്ട്രക്ചറും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഗ്രിഗോറി തിരുമേനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് കാര്യത്തിനും എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഗ്രിഗോറി തിരുമേനിയെ മുൻനിർത്തി പുള്ളിയെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടുപേരും വേൽ കൗൺസിലിൽ നിന്ന് മാറി നിൽക്കുകയും പല ആവർത്തിയും എനിക്ക് എൻ്റെ കയ്യിൽ എഴുത്തെഴുതി കിറിൽ തിരുമേനിക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ഹാൻഡ് റിട്ടണാണ്, ഇംഗ്ലീഷിലാണ്. അതിൽ നിന്ന് മനസ്സിലാവും വളരെയധികം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചിരുന്നു. ദേ വർ ഒബ്ലൈഡ് ടു ഈച്ച് അതർ. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ചർച്ച് ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചിലുള്ള ചില മാറ്റങ്ങൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിലേതുപോലെ ഒരുമിച്ച് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമൊക്കെ ഗ്രിഗോറി തിരുമേനിക്കുണ്ടായിരുന്നു. പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ലല്ലോ. ഇപ്പോഴും അത് എളുപ്പമല്ല. ഒന്നാമത് നമ്മളുടെ ലിറ്റർജിയും അവരുടെ ലിറ്റർജിയും രണ്ടും രണ്ടാണ്. സാരാംശത്തിലൊന്ന് തന്നെ, പക്ഷേ നടപ്പ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും കിറിൽ തിരുമേനി യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ എല്ലാം വളരെ മണന്നൊന്ത് നിസ്സഹായനായി നിൽക്കുന്ന ഒരു അവസ്ഥ പോലെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം യുദ്ധത്തിൽ ജയിക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തിയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പിന്നെ പ്രസിഡന്റ് പുതിനും ഒക്കെ വന്ന് കുമ്പസാരിച്ച് കുർബാന കിട്ടുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കിറിൽ തിരുമേനിയുടെ സഹായത്തിലാണെങ്കിൽ, നിർദ്ദേശത്തിലാണെങ്കിൽ ചില സമയങ്ങളിൽ ഡിപ്ലോമാറ്റ് അവരുടെ സന്തതികളെ മാമോദിസ മുക്കുന്നതിന് ഡൽഹിയിലെ ഗ്രിഗോറി തിരുമേനിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രിഗോറി തിരുമേനി അവരുടെ തലതൊട്ടൊപ്പനായിട്ട് നിൽക്കാൻ വേണ്ടി എന്നെ വിളിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഡൽഹി പള്ളിയിൽ റഷ്യൻ ഡിപ്ലോമാറ്റ്സിൻ്റെ പിള്ളേരെ മാമോദിസ മുക്കി ഞാൻ അവരുടെയൊക്കെ തലതൊപ്പന ആകുന്ന ഒരു അവസ്ഥയുണ്ട്. അതെല്ലാം ഗ്രിഗോറി തിരുമേനി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തങ്ങളുടെ ബന്ധങ്ങളിങ്ങനെ ചെറുതൊന്നുമല്ല, പല 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 കാര്യങ്ങളിലും വളരെ വിപുലമായി ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലുള്ള ക്രൈസ്തവ ദർശനത്തിൽ ഇവർ രണ്ടുപേർക്കും വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ രണ്ടുപേർക്കും കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള നിരൂപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. യേശുക്രിസ്തുവിനെതിരായിട്ടും യേശുക്രിസ്തു ജീവിച്ചിൽ നിന്നിപ്പോൾ തന്നെ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ ഉദ്ദേശശുദ്ധി അവരുടേത് വളരെ ക്ലിയർ ആയിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. when your intention is pure,
ഇറ്റ് ഹാസ് ഗോട്ട് ഇമ്മെൻസ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ വളരെ അടുത്ത ആൾക്കാരാണ്. അവർ രണ്ടുപേർക്കും ദൈവം ജീവിച്ചിരിക്കുന്ന ആൾക്കും മരിച്ചുപോയ ഗുരുസിനും ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. Sir, kindly share with us your memories, especially in organizing World Spiritual Concord, that great conference at Rishikesh, and your experiences, especially under the great leadership of Metropolitan Dr. Paulos Mar Gregorius. ഗ്രിഗോറി തിരുമേനി ഒരിക്കൽ ഞാൻ മോസ്കോയിൽ ഉള്ള അവസരത്തിൽ എന്നോട് പറഞ്ഞു, എന്നെ അദ്ദേഹത്തിന് ഒരു വശം തളർന്ന് ഇടത് കാലും ഇടത് കൈയും ഒരു വലത് കൈ കൊണ്ട് മാത്രം കമ്പ്യൂട്ടറും ഒക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ പുള്ളി സ്വന്തം ചില അനുഭവങ്ങൾ എഴുതി ഒടുവിൽ ഒരു SOS പോലെ എനിക്കൊരു സന്ദേശം തന്നു. എൻ്റെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് ബേൺ ചെയ്തു പോയി, ഒന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് റിട്രീവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത തവണ അന്ന് മോസ്കോയിൽ ചില താമസിക്കുന്ന അവസരങ്ങളിൽ ഒരു കൊല്ലം 16 തവണ തിരുമേനിയെ വന്ന് കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ. അത് പ്രധാനമായ എൻ്റെ ഉദ്ദേശം തിരുമേനിയുടെ വൈകുന്നേരം ശാല കഞ്ഞിയും പയറും കഴിക്കുക, അതുപോലെ തന്നെ പുള്ളിയുടെ കൂടെ ഇരുന്ന് പുള്ളിയുടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. എന്നെ ഒറ്റയ്ക്ക് ഇരുത്തിക്കൊണ്ട് തന്നെ തിരുമേനി ഒരു വലിയ ലെക്ചർ ക്ലാസ് നടത്തുന്ന പോലെ പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് എൻ്റെ ഈ തന്നു. അത് അമേരിക്കയിലോ എവിടെയെങ്കിലും കൊടുത്തത് റിട്രീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഇവിടെ ഉള്ളവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് മുഴുവൻ ബേൺ ചെയ്തു പോയി, അതിനകത്തൊന്നുമില്ല എന്ന്. എന്തായാലും അമേരിക്ക പോയി സോഫ്റ്റ്രോണിക്സ് എന്ന കമ്പനിയിൽ ഞാൻ ഈ ഡിസ്ക് കൊടുക്കുകയും അവരതിൽ നിന്ന് ഏകദേശം ഒരു 40% റിട്രീവ് ചെയ്ത് ഒരു പുസ്തകം പോലെ, ആ പുസ്തകമാണ് ദ ലവ്സ് ഫ്രീഡം ആൻഡ് ഗ്രാൻഡ് മിസ്റ്ററി എന്ന് പറഞ്ഞ് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു എന്താ അതിന് പറയുന്നത്, റിനൈസൻസ്, സ്വന്തം ആത്മകഥ പോലെ എഴുതിയ ഒരു പുസ്തകമാണ്. അതിനകത്ത് പലപ്പോഴും കാണാം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന്, എന്തിനു വേണ്ടി ജീവിച്ചിരുന്നു എന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. തിരുമേനിയുടെ ഈ ഇതിലൊക്കെ ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം മറ്റു പല മതങ്ങളിലുള്ളവരുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പല ആവർത്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറ്റു മതങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുള്ള കോൺഫറൻസുകളോ അല്ലെങ്കിൽ ചർച്ചകളോ വിളിച്ചു കൂട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ വിവിധ ക്രിസ്ത്യാനി സഭകളുമായിട്ട് ഒരുമിച്ചൊരു സമ്മേളനം അല്ലെങ്കിൽ നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മിക്കവാറും ആർഗ്യുമെൻ്റ് ആയിത്തീരുന്ന ആണ് പതിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോൺഫറൻസ് തിരുമേനിയുടെ മനസ്സിലുണ്ട്, ഒരു വേൾഡ് റിലീജിയസ് കോൺഫറൻസ് ഇന്ത്യയിൽ വെച്ച് നടത്തണമെന്ന്. എല്ലാവർക്കും അറിയാവോ എന്നറിയാൻ പാടില്ല, ഷിക്കാഗോയിൽ നടന്ന വേൾഡ് റിലീജിയസ് കോൺഫറൻസിൽ സ്വാമി വിവേകാനന്ദ അദ്ദേഹം അനുവദിച്ചു കൊടുത്ത 5 മിനിറ്റ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം പ്രശസ്തമാണ്. ഇന്ത്യയിൽ മുഴുവൻ അതൊക്കെ രാമകൃഷ്ണൻ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ആ സമ്മേളനം 100 കൊല്ലങ്ങൾക്ക് ശേഷം ഷിക്കാഗോയിൽ നടന്നപ്പോൾ അന്നത്തെ പ്രധാന പ്രാസംഗികൻ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വിവേകാനന്ദ സ്വാമിയായിട്ട് തന്നെ അദ്ദേഹത്തെ കാണാം എന്ന് എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. അദ്ദേഹത്തിന് അന്ന് നടന്ന അതിനുള്ള യോഗ്യത കിട്ടാനുള്ള കാരണം ഒന്ന്, അമേരിക്കയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അതിൻ്റെ ഏറ്റവും വലിയൊരു ബഹുമതി ആയിട്ടുള്ള ഓസ്കാർ ഫിറ്റ്സർ അവാർഡ് അക്കൊല്ലം കിട്ടിയത് ഒരു അമേരിക്കക്കാരനും അല്ല ഒരു യൂറോപ്യൻ ആയിരുന്നുമല്ല, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്കാണ്. അത്ഭുതം തോന്നാൻ, ഇങ്ങനൊരു അവാർഡ് വാങ്ങിക്കാൻ യാതൊരു കൂശലും ഇല്ലാതെ ഒന്ന് അവാർഡ് വാങ്ങിച്ചുകൊണ്ട് പോകും എന്നുള്ളതല്ലാതെ അതിനൊരു പ്രസിദ്ധീകരണം കൊടുക്കുകയോ അതിനെക്കുറിച്ചിട്ട് ഈ ഒരു സ്വഭാവം അവിടെയുള്ളവർ മനസ്സിലാക്കിയിട്ടാണ് ഈ ഷിക്കാഗോ വേൾഡ് റിലീജിയസ് കോൺഫറൻസിൽ തിരുമേനിയെ വിളിക്കുകയും തിരുമേനി അവിടെ എല്ലാ സെൻറ്റൻസുകൾക്കും സ്റ്റാൻഡിങ് ഒവേഷനോടുകൂടിയുള്ള ഒരു സ്വീകരണം തിരുമേനിക്ക് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ച് ഞാൻ ഓർക്കുന്നു, ഒരിക്കലെ ഞാൻ തന്നെ സ്പോൺസർ ചെയ്ത ഒരു സേജസ് ആൻഡ് സയൻറ്റിസ്റ്റ് കോൺഫറൻസ് സാന്റിയാഗോയിൽ വെച്ച് നടത്തുമ്പോൾ എൻ്റെ മോഡറേറ്ററായിരുന്ന ഡോക്ടർ ദീപക് ചോപ്ര 4-ാം ദിവസം അവസാനത്തെ ദിവസം ഇതിൻ്റെ കൺക്ലൂഡിങ് സെഷനിൽ അപ്പോൾ എല്ലാവരും ഇരിക്കുന്നു. ഞാനും ഒരു പുറകിലത്തെ മതിലിനോട് ചേർന്ന് നിന്നു. എൻ്റെ അടുത്തും ഒരു അമേരിക്കക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറെ പുറകിൽ നിൽക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞ് ഈ സമ്മേളനം സ്പോൺസർ ചെയ്ത ഒരാളുണ്ട്, ചെറിയാൻ, അതെവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പുറകിൽ നിന്ന് കൈപൊക്കി അദ്ദേഹം എന്നെ റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ചു. കേരളത്തിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കൈയടിയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് തന്നു. അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന അദ്ദേഹം ചോദിച്ചു, ആർ യു ഫ്രം കേരള? ഞാൻ പറഞ്ഞു, യെസ്. ഡു യു നോ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്? ഓഫ് കോഴ്സ് ഐ നോ. അപ്പോൾ he was a saint. ഞാൻ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സർ, can you tell me who are you? I don't know. He said, I am Dr. ലാരി ഡോസി. ദൈവമേ, ഈ ലാരി ഡോസിയെ കുറിച്ചും അദ്ദേഹവുമായി ചേർന്ന് എത്ര സമ്മേളനങ്ങളാണ് ഗ്രിഗോറിയോസ് തിരുമേനി നടത്തിയിട്ടുള്ളത്. ഈ ലാരി ഡോസി എന്ന് പറയുന്ന ആൾ അന്ന് വൈറ്റ് ഹൗസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് പ്രസിഡൻറ്റിൻ്റെ അഡ്വൈസറായിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഗ്രിഗോറിയോസ് തിരുമേനിയെ അറിയുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്ത പല ആൾക്കാരെ ഞാൻ പല രാജ്യങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം വിളിച്ചു കൂട്ടി ഒരു സമ്മേളനം നടത്തിക്കൂടെ എന്നുള്ള ഒരു അവസരത്തിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ടഡ് എന്നിങ്ങനെ പറഞ്ഞു. എന്തായാലും തിരുമേനി അതിനൊരു പ്ലാനൊക്കെ ഇട്ട് ഡൽഹിയിൽ ചില സമ്മേളനങ്ങളും അതിനുശേഷം ഹിമാലയത്തിൽ പോയി ഋഷികേശിൽ വലിയൊരു സമ്മേളനവും നടത്താനുള്ള ഒരു പ്ലാൻ തിരുമേനി ഉണ്ടാക്കി. ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഫാക്സ് ചെയ്ത് അയച്ചിട്ട് പറഞ്ഞു, യു ഹാവ് ടു കം ആൻഡ് കണ്ടക്ട് ദിസ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ മറുപടി പറഞ്ഞു,
ഐ ഷാൽ ഡെഫിനറ്റ്ലി കം, ബട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമോ ഒന്നും എന്നെ കൊണ്ടൊക്കിയില്ല. He immediately said, you have to come, and not only in Delhi, then in Rishikesh also you have to help me to do this. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ദീർഘനാളത്തെ ഒരു, ഞാൻ എഴുതി തിരുമേനി എനിക്ക് വരാനൊക്കെയില്ല, ഞാനിവിടെ ഈ ഒരു സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടറിൻ്റെ നടത്തിക്കൊണ്ട് പല രാജ്യങ്ങളിലെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10G പ്രൊജക്ട്സ് കൊടുക്കേണ്ട, അതിൽ നിന്ന് ഞാൻ എങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റും? അതിന് മറുപടിയായിട്ട് തിരുമേനി എഴുതി, ഇഫ് യു ആർ നോട്ട് കമ്മിങ് ഐ എം ഗോയിങ് ടു ക്യാൻസൽ ദിസ് പ്രോഗ്രാം. ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. ഈ ഇത്രയും വലിയൊരു പ്രസ്ഥാനം, ഒരാഗ്രഹം തിരുമേനിയുടേത് നടത്തിക്കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ഞാൻ ഏത് ദിവസം വരണമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എഴുതിയാണ്ട് അങ്ങനെ തിരുമേനിയോടൊപ്പം ചില മാസങ്ങൾ മുഴുവനും ഡൽഹിയിൽ കഴിയുകയും ഇതിന് പ്രിപ്പറേഷൻ ഉണ്ടാക്കുകയും തിരുമേനിയെ കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാൻ, ദൈനംദിന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഒരു അവസരം ആ സമ്മേളനത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ആ സമ്മേളനം നടക്കുന്നതിന് പല മീറ്റിങ്ങുകൾ ഡോക്ടർ കരൺ സിംഗ്, ദലൈലാമ, അതുപോലെ തന്നെ ഡൽഹിയിലെ സിഖ് മതനേത, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, സകല ആൾക്കാരുമായിട്ടും വളരെ ഉള്ള മീറ്റിങ്ങുകളിലും കാര്യങ്ങളും ഒക്കെ തിരുമേനി എങ്ങനെ പെരുമാറുന്നു എന്നും അവരുടെ മതത്തിൻ്റെ അങ്ങേയറ്റം തന്നെ അടുത്ത് അറിഞ്ഞ് പെരുമാറുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായി. അവർ അത്രയധികം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുമേനി അന്ന് ഇന്ത്യൻ ഫിലോസഫിക്കൽ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ബഹുമാനം ഡോക്ടർ രാധാകൃഷ്ണൻ്റെ മകനും പല ആൾക്കാരും തിരുമേനിയോട് ഇത്ര ഭവ്യതയോടുകൂടി വർത്തമാനം പറയുന്നതൊക്കെ ഞാൻ കാണും. ഇതെനിക്കൊരു പഠനവും കൂടിയായിരുന്നു. ഇതെങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങൾ ഇത്രയധികം പഠിച്ച് അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാനും അവരോട് ഡിബേറ്റ് ചെയ്യാനും കഴിയുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഋഷികേശ് എത്തി. അവിടെ ഒരു 50 ഫോറിൻ ഡെലിഗേറ്റ്സും ഒരു 500 ഇന്ത്യൻ ഡെലിഗേറ്റ്സുമായിട്ടുള്ള വലിയൊരു സമ്മേളനമാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓരോരുത്തരും ഡൽഹിയിലുള്ള എയർപോർട്ടിൽ സ്വീകരിച്ച് അവരെ ഹോട്ടലിലാക്കി, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ മുഴുവനും അവരെ ഋഷികേശിലെത്തിക്കുക, അവിടെ താമസിപ്പിക്കുക. അപ്പോൾ ഋഷികേശ് വാനപ്രസ്ഥാശ്രമത്തിൽ ഒരു പ്രത്യേക അപ്പാർട്ട്മെൻറ്റ് മുകളിലും താഴെയുമായി തിരുമേനിക്ക് താഴെ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ രീതിയിൽ അതിൻ്റെ മുകളിൽ അപ്പാർട്ട്മെൻറ്റ് ഞാൻ താമസിച്ച്, അങ്ങനെ എല്ലാ ദിവസവും രാവിലെ വന്ന് പ്ലാൻ ചെയ്യും. പിന്നെ പല മീറ്റിങ്ങുകൾക്ക് ആയി പോവും. പ്രിപ്പറേഷന് വേണ്ടി ഞാൻ പല സ്ഥലങ്ങളിലേക്ക് പോവും. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ താമസിച്ചത്. ഈ വാനപ്രസ്ഥ ആശ്രമത്തിൽ ഞങ്ങളെ സഹായിച്ചത് മുഴുവനും ഡൽഹിയിൽ നിന്ന് വന്ന തിരുമേനിയുടെ സഹപ്രവർത്തകയും ശിഷ്യയുമൊക്കെ ആയിരുന്ന ശ്രീമതി ജയശ്രീ മാത്തൂർ, അത് അവരുടെ ഫ്രണ്ട്സും ഒക്കെ കൂടെയാണ് അവിടെ വന്ന് നമ്മൾ വോളണ്ടിയേഴ്സായിട്ട് സഹായിക്കുകയും അത് നന്നാക്കിയെടുക്കുക, ഒരു വലിയ അനുഗ്രഹമായി മാറ്റി മറിക്കുകയും ചെയ്ത്. ആ വാനപ്രസ്ഥ ആശ്രമത്തിൽ ഉള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ്. പ്രാധാന്യം
അറിയിക്കുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ത്രിവേണി സംഗമം, ഗംഗ, അവിടെയുള്ള ശുദ്ധജലം, അതിന് കുളിക്കാൻ വേണ്ടി വരുന്ന പുണ്യ സന്യാസികളും ഒക്കെ കാണാനും പിടിക്കാനും അവരുടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം എന്താണ്? മോക്ഷം ആണെങ്കിൽ അതെന്താണ്? നമ്മുടെ മോക്ഷമാണോ ഹിന്ദുക്കളുടെ മോക്ഷം, അതോ ഹിന്ദുക്കളുടെ മോക്ഷം? സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായ ഒരു പഠനം തിരുമേനിയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായി. എല്ലാവരും അത് മനസ്സിലാക്കി. അതിനെക്കുറിച്ചിട്ടൊരു കുറേ സമയം വർത്തമാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. തിരുമേനി ഒടുവിൽ അതിൻ്റെ ഇത്ര വൻ വിജയമായിരുന്നു ചെറിയാൻ, എനിക്കിത് സാധിച്ചത് വലിയൊരു അത്ഭുതമാണ് എന്ന് പറഞ്ഞ് എനിക്ക് എഴുതിയിട്ടുണ്ട് അതിനൊടുവിൽ, അതിന് ശേഷം. അപ്പോൾ അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായവും തിരുമേനിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, അതുപോലെ തന്നെ കാറും പിന്നെ എയ്ഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. തിരുമേനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഇത് കോൺഫറൻസ് നടത്തിക്കൊണ്ട് പോകുന്നുള്ള സർവ്വ ഏർപ്പാടുകളും ഉണ്ടാക്കിയത് വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. അവിടെ അന്ന് പ്രസംഗിക്കാൻ വന്ന പ്രഗത്ഭന്മാരെല്ലാവരും തന്നെ തിരുമേനിയാണ്. ഇത്രയധികം ഒരാൾ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അവർക്ക് എല്ലാവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിട്ട്. ഋഷികേശ സമ്മേളനത്തിൻ്റെ ഡിക്ലറേഷൻ പലയിടത്തും അയച്ചു കൊടുത്തു. പിന്നെ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കേറിയ യാത്രകളും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഒടുവിൽ തിരുമേനിയുടെ ആരോഗ്യം തന്നെ നശിച്ച് പോകുന്ന ഒരു സ്ഥിതി വിശേഷം വന്നിട്ടുണ്ട്. ഏതായാലും ഋഷികേശ സമ്മേളനത്തിൽ തിരുമേനി സഹായിക്കാനും അത് ഭംഗിയായി നടപ്പാക്കാനും ദൈവം എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ ദൈവത്തോട് വളരെയധികം കൃതാർത്ഥനാണ്. വേറൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, തിരുമേനി ഈ സമയങ്ങളിൽ തന്നെ ചില ലേഖനങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു. ഈ ലേഖനങ്ങളിലെ ചില ഭാഗങ്ങളൊക്കെ കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ കമ്പ്യൂട്ടറിൽ എഴുതി പ്രിൻ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒഴിച്ച് നോക്കുമായിരുന്നു. ഇങ്ങനെ ഇത്ര വൈരുദ്ധ്യമായ എല്ലാ പ്രശ്നങ്ങളും വളരെ അവഗാഢമായി പഠിച്ചെഴുതുക എന്ന് പറയുന്നത്, ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കുകയാണെങ്കിൽ തന്നെ ഇത്രയധികം സമയവും കാര്യങ്ങളും വേണം. അദ്ദേഹം അതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുമായിട്ടുള്ള ചർച്ചകൾ, ഇടയിൽ ഇന്ദിരാഗാന്ധി വിളിച്ച് ഉപദേശം തേടുന്ന ചില മീറ്റിങ്ങുകൾക്കുള്ള ക്ഷണക്കത്തുകൾ, ഇങ്ങനെ പല പിന്നെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പല അവസരത്തിലും ഞാൻ മോസ്കോയിൽ നിന്ന് ഡൽഹിയിലെത്തുമ്പോൾ രാത്രി 3 മണി വരെ വർത്തമാനം പറഞ്ഞിരിക്കും. അന്നവിടെ ഉണ്ടായിരുന്ന സക്കറിയ എറുമ്പാച്ചൻ ഞങ്ങൾക്ക് കട്ടൻ കാപ്പി ഒക്കെ കൊണ്ടുത്തരും. അതൊക്കെ കുടിച്ച് അവസാനം വരെ. എന്നിട്ട് ഒടുവിൽ തിരുമേനിക്കൊന്ന് ഞാൻ പറയും, തിരുമേനി ഉറങ്ങണം, എത്ര സമയമായി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സാധാരണ പതിവ്. ഒരുപാട് ഹൃദയം തുറന്നങ്ങ് വർത്തമാനം പറയാൻ തിരുമേനിക്ക് വലിയ ആഗ്രഹം
ഉള്ളതായി കാണുന്നത്. ഞാനും കണ്ടമാനം എൻജോയ് ചെയ്തു. അറിവ് കിട്ടുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അതിൻ്റെ ഔട്ട്കം ഓഫ് ദോസ് മീറ്റിങ്സ്. ഇതിൽ ഒരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം എനിക്ക് ഇപ്പം ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ. എങ്കിലും അത് കോഴിക്കോട്ടെ ഈ മത നിരപേക്ഷത എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ചുള്ള ആ സമ്മേളനം, അതിൻ്റെ ഉദ്ഘാടന തിസീസ് തിരുമേനിയാണ് അവതരിപ്പിച്ചത്. അതിൽ അന്ന് അവിടെ കൂടിയിരുന്ന വലിയ വലിയ നേതാക്കൾ, EMS അടക്കമുള്ള ആൾക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് വളരെ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ മാറ്റർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ നിങ്ങളുടെ തിയറിയൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാ, അത് പരിശോധിക്കണം എന്ന് അന്ന് തിരുമേനി 30 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ചയായി, ഈ സെപ്റ്റംബർ 24 ബോസ്റ്റണിൽ നടന്ന സേജസ് ആൻഡ് കോൺഫറൻസിൽ അവിടെ വന്ന ഒരു ശാസ്ത്രജ്ഞൻ ഹാൻസ് പീറ്റർ ഡൂവർ എന്ന് പറഞ്ഞ പ്രശസ്തനായ ജർമ്മൻ ശാസ്ത്രജ്ഞൻ പറയുമ്പോഴാണ്, ഓഫ് കോഴ്സ് അദ്ദേഹം പറഞ്ഞത് സാന്റിയാഗോ സേജസ് ആൻഡ് സയൻറ്റിസ്റ്റ് കോൺഫറൻസിലാണ്. പിന്നെ അതേ സബ്ജക്റ്റ് ഇവിടെയും വന്നു. അതുകൊണ്ട് ആ സബ്ജക്റ്റ് ഇതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ 55 കൊല്ലം ക്വാണ്ടം ഫിസിക്സ് റിസർച്ച് നടത്തി. ന്യൂക്ലിയർ സയൻസും അതിൻ്റെ അങ്ങേയറ്റവും ആറ്റവും സബാറ്റോമിക് പാർട്ടിക്കിൾസ്, ഇതിൻ്റെ എല്ലാ അവസാനം ഞാൻ കണ്ടുപിടിച്ചത്, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല, മാറ്റർ ഡസൻ എക്സിസ്റ്റ്. ഞങ്ങൾ വാവൊളിച്ചിരുന്ന് പോയി, ഇതെന്തായി പറയും. അപ്പോൾ ഏറ്റവും മുന്നിലിരുന്ന ഡോക്ടർ ദീപക് ചോപ്ര ചാടി എഴുതി, ദെൻ വാട്ട് എക്സിസ്റ്റ്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, ദാറ്റ് ഈസ് എ റോങ് ക്വസ്റ്റ്യൻ ഹിയർ, ഐ വിൽ കം ബാക്ക് ടു ദാറ്റ്. അദ്ദേഹം പറഞ്ഞത്, എല്ലാ നമ്മൾ കാണുന്ന, നമ്മൾ ഫീൽ ചെയ്യുന്ന എല്ലാ മാറ്ററും, തടിയുണ്ടായാലും ശരി, ശരീരമായാലും ശരി, വായു, എല്ലാ മാറ്ററും, അതെല്ലാം ഒരു അറേഞ്ച്മെൻ്റ് ഓഫ് ആറ്റംസ് ആണ്. ആ അറേഞ്ച്മെൻ്റ് ഓഫ് ആറ്റംസിൽ നിന്നാണ് അതിൻ്റെ കട്ടി ഉണ്ടാകുന്നത്, അതിൻ്റെ മൃദുത്വം ഉണ്ടാകുന്നത്, അതിൻ്റെ മണമുണ്ടാകുന്നത്, അതിൻ്റെ മറ്റു പല. അപ്പം നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു മാറ്ററാണെന്ന് തോന്നുന്നത്, ദേ ആർ ഓൾ arrangements of atoms. And what is that atom itself? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് അറ്റോമിക് റിസർച്ച് നടത്തുന്നോ അതുമായി ബന്ധപ്പെടുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയൊരു ബിന്ദുവിനെ കേന്ദ്രമാക്കി അതിനു ചുറ്റും ഇലക്ട്രോൺസ് പാഞ്ഞു പോകുന്നു, വേറൊരു വശത്തു കൂടി ന്യൂട്രോൺസ് പാഞ്ഞു പോകുന്നു, ഒരു സർക്കിളിൽ ഫോട്ടോൺസ് പോകുന്നു. ഇതൊക്കെ വേറെ പല, നമ്മൾ ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കാത്ത പല
സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഇതിന് ചുറ്റും നടക്കുന്നു. പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാ ഇതിൻ്റെ സെൻറ്റർ ഏതാണ്, അതിൻ്റെ ഏതാണ്, വിച്ച് ഈസ് ക്ലിങ്ങിങ് ഓൺ ടു ദീസ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആർക്കും അറിഞ്ഞുകൂടാ. എന്നിട്ട് അങ്ങേര് തന്നെ പറഞ്ഞു, അത് ഐ വോണ്ട് ടു ഡിക്ലെയർ ഇറ്റ് ആസ് ഹാർഡ് സയൻസ്, കട്ടിയുള്ള ശാസ്ത്രമാണ്, അത് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ചോദ്യം പറഞ്ഞു, ആ ക്ലിങ് ഓൺ ചെയ്യുന്നത് ഡിവൈൻ ഫോഴ്സ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് അപ്പ് ടു ദാറ്റ്, സ്റ്റിൽ റിസർച്ചിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് ലോകത്ത് നടന്നത്. അപ്പോൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഒന്നും കാർൽ മാർക്സ് പറഞ്ഞതൊന്നും ഇനി വില പോകില്ല എന്ന് അന്ന് 30 കൊല്ലം മുമ്പ് ഗ്രിഗോറി സിമേനിക്ക് പറയണമെങ്കിൽ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞ് മാറ്ററേ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ കേൾക്കുമ്പോൾ വലിയ ഒരു ഒരു പ്രവാചക സത്യമാണെന്ന് ഗ്രിഗോറി സിമേനി പറഞ്ഞതെന്ന്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞാനുമൊക്കെ മാർക്സിസം പഠിക്കുമ്പോഴൊക്കെ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു ഫാക്കൽറ്റി. അപ്പോൾ അത് ഇല്ലാതാകുന്നു എന്ന് പറയുമ്പം വലിയൊരു കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ കാര്യമായിട്ട് എഴുതി പലർക്കും അയക്കുന്ന എഴുത്തുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിസ്റ്റമാറ്റിക്കായിട്ടൊരു 4 മണി 4:30 മണി എഴുന്നേറ്റ് ഒരു 7:30 മണി വരെ കാപ്പി കുടിക്കുന്ന 3 മണിക്കൂറുകൾ വളരെ ഭംഗിയായിട്ട് പുള്ളി എഴുതുകയും പിടിക്കുകയും അതിനിടയിൽ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ തിരുമേനിയുമായിട്ട് നടത്തുന്നതിന് എനിക്ക് സാധിച്ചു. ഋഷികേശ് സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഞാനാണെന്ന് എനിക്ക് പറയുന്നതിന് യാതൊരു സംശയമില്ല. വളരെയധികം 100 പരം ഇൻ്റർവ്യൂ ഗ്രിഗോറി സിമേനിയുടെ അടുപ്പത്തിലുള്ളവരുമായി ബന്ധപ്പെട്ടവരുമായിട്ട് എടുത്തു കഴിഞ്ഞു. അതിൽ 100ാമത്തെ ആളായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തോ ഒരു അത്ഭുതമാണ് ഇത്രയും അധികം ആൾക്കാരെ കാണുകയും പിടിക്കുകയും ചെയ്യാൻ കഴിയുന്നത്. അവരുമായിട്ട് ഓൺലൈനിലും മറ്റ് മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ നടത്തിയത് വലിയ അഭിനന്ദന അർഹമായ, വളരെ നമ്മുടെ ഓർത്തഡോക്സ് ചർച്ചിനെ അഭിമാനിക്കാവുന്ന വലിയൊരു സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂകൾ. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഓരോരുത്തരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് എന്തും വേണ്ടി എഫർട്ട് വേണം, അവരുടെ സമ്മതം വേണം, അവരുടെ സൗകര്യം വേണം, പിന്നെ അവർ കൊണ്ട് പറയിക്കുന്ന ഇതിനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്ത്. അപ്പം ഇതിന് തന്നെ വാസ്തവത്തിൽ കാതോലിക്കോ ബാവയോ സിനഡോ ഒക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട അനുമോദനം കൊടുക്കുകയും വേണ്ടതാണ്. അപ്പം റഷ്യൻ പള്ളികളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് അവർക്ക് പല അവാർഡുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹിനു തോമസിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ അഭിനന്ദിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, ഗ്രിഗോറി സിമേനിയെ അറിയുന്നവരെയും കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു സംഭാഷണം നടത്തിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച നൈപുണ്യം വളരെ പ്രകൃതികരമാണ്, അഭിനന്ദനാർഹമാണ്. ദൈവം കൂടുതൽ ആയിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you so much, sir, for your interview.